ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ കുന്നത്തുനാട് താലൂക്കിലാണ്. പെരുമ്പാവൂര് കുന്നത്തുനാട് താലൂക്കിലാണ്. ഇവിടെ ഉഷ ചേച്ചിയുടെ കൃഷിയിടത്തിലാണ് കൃഷിയിടം സന്ദർശിക്കാനായിട്ടും കൃഷിയെക്കുറിച്ച് അറിയാനും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഉഷ ചേച്ചി ഒരു മികച്ച ജൈവ കർഷകയും അതുപോലെ തന്നെ മികച്ച തേനീച്ച കർഷകയും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരാൾ 5ൽ പഠിക്കണം. അപ്പൊ നമ്മുടെ ഉഷ ചേച്ചി ഒത്തിരി അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയും അതുപോലെ തന്നെ മികച്ച ജൈവ കർഷകയും ഇപ്പൊ തേനീച്ച രംഗത്ത് മികച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോ ക്ലാസ് എടുക്കാൻ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. തേനീച്ച കർഷകർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഒത്തിരി തേനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് കാണാൻ പുറകെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കൃഷി, ചെറിയ കൃഷിത്തോട്ടം. ആയിക്കോട്ടെ ആയിക്കോട്ടെ.
പുറത്ത് ഇനാകുലം കുറച്ച് ഇട്ട് കൊടുക്കും. അങ്ങനെ അത് ഒരു 45 ദിവസം 50 ദിവസം ആകുമ്പോഴത്തേക്കും വളക്കൂട്ടായിട്ട് കമ്പോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പൊ കമ്പോസ്റ്റ് ഞാൻ കൃഷിക്ക് എടുത്ത് ഇപ്പൊ പുതിയത് ഇത് ഇട്ടോണ്ടിരിക്കുകയാണ്. കോഴിയുടെ കൂടിനോട് അടുത്ത് തന്നെ വെറ്റില നന്നായി കൃഷി ചെയ്തിട്ടുണ്ട്. നല്ല നാടൻ വെറ്റില. ഇത് എന്തിനാ വേണ്ടി? അത് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് ഒരു പരിധി വരെ അസുഖം വരാതിരിക്കാൻ നമുക്ക് വെറ്റില കഷായം വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി, കുരുമുളക്, ചുക്ക്, ഈ വേപ്പില, ആര്യവേപ്പിന്റെ ഇല, അതേമാതിരി പനിക്കൂർക്ക ഇല, ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ച് തിളപ്പിക്കുകയാണ്. 2 ലിറ്റർ വെള്ളം 1 ലിറ്റർ വെള്ളമാക്കി നമ്മൾ ഇവർക്ക് ഭക്ഷണത്തിൽ ഒഴിച്ച് കുഴച്ച് കൊടുക്കുക ചെയ്യണം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യണം. അതിൽ ഞാനിപ്പോ ഒരു കോഴിയുടെ അളവനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് വല്ല അസുഖമാണെങ്കിൽ അവർക്ക് നമുക്കൊരു കോഴിക്ക് 5 തുള്ളി നേരിട്ട് കൊടുക്കാം, ഒത്തിരി അസുഖം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് തീറ്റയുടെ ഒരു അംശം എടുത്തിട്ട് നമുക്ക് അതിനകത്ത് വെള്ളം കൂട്ടിയിട്ട് തീറ്റയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ കോഴികൾക്ക് അങ്ങനെ അസുഖം വരാറില്ല. എല്ലാ ആഴ്ചയിലും ഞാൻ ഈ വെറ്റില കഷായം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പൊ ഒരടപ്പ് എങ്ങനെ? ചെയ്യുന്നുണ്ട്. സോപ്പിന് പുറമെ ഇത് വാക്സിൻ ആണ്. ഇതും നമ്മൾ കൈ കാലുകളൊക്കെ വരഞ്ഞു പൊട്ടുക, ഈ വരണ്ട ചർമ്മം ഉള്ളവർക്ക് എല്ലാം ഈ മെഴുകാണത്. ഈ മെഴുക് ഉരുക്കിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇത് മാത്രം ഇത് ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ തേങ്ങ വെന്ത വെളിച്ചെണ്ണ ഈ മെഴുകുമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്മെല്ല് ചന്ദനത്തിന്റെയാണ് കൊടുക്കണേ. ആ സ്മെല്ല് നമ്മൾക്ക് കസ്തൂരിമഞ്ഞളിന്റെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോ ഇതിനകത്ത് സ്മെല്ല് ചന്ദനത്തിന്റെയാണ് കൊടുക്കണേ. ഇത് വരഞ്ഞു പൊട്ടുന്നതിന്, ചുണ്ട് വരഞ്ഞു കീറുന്നതിന്, കാല് ഉപ്പൂറ്റി വെണ്ട് കീറലിന്, അതിനെല്ലാം പറ്റിയ ഒരു ഉൽപ്പന്നമാണ്. അത് നമ്മൾ 80 രൂപയായിട്ടാ കൊടുക്കണേ ഒരു പാക്കറ്റ്. വളരെ ലാഭമാണ്. 80 രൂപയുള്ളൂ. ഞാൻ ഫോൺ നമ്പർ വെക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ചേച്ചിയെ വിളിച്ച് ഓർഡർ ചെയ്യാം.
കൊറിയർ ആയിട്ടൊക്കെ അത് അയച്ചു അയച്ചു കൊടുക്കും. കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മള് പേസ്റ്റ് ആണ്. ഇത് നമ്മൾ തേൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കണേ. ഇതിനകത്ത് നമ്മള് ഏലക്ക, കുരുമുളക്, ചുക്ക്, തിപ്പല്ലി, മാവില അങ്ങനെയുള്ള 10-12 ഐറ്റം സുഗന്ധദ്രവ്യങ്ങൾ മാത്രം ചേർത്ത് തേനിലെ നെല്ല് കുത്തിയ തവിട്, ടൂത്ത് പേസ്റ്റ്, നെല്ല് കുത്തിയ തവിടിനകത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പച്ചവെള്ളം ഒന്നുമില്ല, തേൻ തന്നെ ഒഴിച്ചാണ് പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതും നല്ല രീതിയിൽ വിൽപ്പന നടത്തിപ്പോണ്ട്. ഇത് ഞാൻ 70 രൂപയാണ് ഈ ഒരു ബോട്ടിൽ, 50 ഗ്രാമിന് 70 രൂപയ്ക്ക്. കുറെ നാള് പല്ല് തേക്കാനുള്ളത് ഉണ്ട്. നമ്മള് പേസ്റ്റ് ഒക്കെ വാങ്ങുമ്പോ എന്തുമാത്രം പൈസ, നമ്മള് പച്ചവെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഇത് തന്നെ എടുത്ത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള നമ്മൾ വിശ്വസിച്ച് പല്ല് തേച്ച് വൃത്തിയാക്കാം. അതുപോലെ തന്നെ വേദനയ്ക്ക് പരത്തുന്ന വേദന സംഹാരി ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമുക്ക് കൊതുകിനുള്ള ക്രീമാണ് ഉണ്ടാക്കണേ. ഇത് നമുക്ക് കൊതുകിനുള്ള ക്രീമിനകത്ത് നമ്മൾ പുൽത്തൈലം, ഇത് മൊത്തത്തിൽ ഇത് ശകലം നമ്മുടെ മേത്ത് പരത്തി കഴിഞ്ഞാൽ നമ്മളെ കൊതുക് കടിക്കില്ല. ഇതിനെല്ലാം ഈ കൂട്ടങ്ങളെല്ലാം ഉണ്ടാക്കണേന് നമുക്ക് മെഴുക് അത്യാവശ്യമാണ്. മെഴുകാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഴുകാണ്. എല്ലാ ഉൽപ്പന്നവും അട ഒരുക്കി ഉണ്ടാക്കുന്ന ഈ മെഴുകിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മിക്ക സാധനവും പെട്രോളിയം ജെല്ല് വെച്ച് കിട്ടുന്നതാണ്. ഇതാണോ വേദന സംഹാരിയാണോ? അല്ല, അത് കൊതുകിന്റെ. കൊതുക് കടിക്കുമ്പോ നമ്മൾക്ക് പരട്ടാനുള്ളതാണത്. കൊതുക് കടിക്കാണ്ടിരിക്കാൻ ഈവനിങ്ങിലൊക്കെ നമ്മള് പശുകറവക്കാരാണ് കൂടുതലും ഇത് മേടിക്കുന്നത്. നല്ലോണം എടുത്ത് കുറച്ചെടുത്തോണ്ട് കയ്യിലിട്ടത് തിരുമ്മി മേലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കൊതുക് കടിക്കില്ല. അതിന് ഞാൻ 70 രൂപ മേടിക്കണം 50 ഗ്രാമിന്. ഇത് അതുപോലെ തന്നെ മഞ്ചിഷ്ട കൊണ്ടുള്ള മുഖത്തെ കരിവാളിപ്പ്, കറുത്ത കരിമംഗലം ഒക്കെ പോവാൻ വേണ്ടി രക്തചന്ദനം, കസ്തൂരി മഞ്ഞള്, എല്ലാം കൂടി ചേർത്ത് മെഴുകടയിൽ തന്നെ. ഇത് ഞാൻ ഒലിവ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഒലിവ് ഓയിലിലും ചെയ്യാം, വെന്ത വെളിച്ചെണ്ണയിലും ചെയ്യാം. ഞാൻ ഒലിവ് ഓയിലാണ് ചെയ്യുന്നത്. 150 രൂപയാണ് ഇതിന് ഞാൻ മേടിക്കുന്നത്. ഇതൊക്കെ കൊടുത്തിട്ട് നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനിപ്പോ ഞാൻ ഫീസ് കൊടുത്ത് ഹോർട്ടികോപ്പ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് പഠിപ്പിച്ചാലും നമുക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കുറെ കംപ്ലൈന്റുകൾ വരണ കാരണം ഞാൻ ഫീസ് കൊടുത്ത് ഇന്റർനാഷണൽ സാധനം ഉണ്ടാക്കുന്ന ഒരു അധ്യാപകന്റെ കീഴിലാണ് പഠിക്കണേ. ഫീസ് കൊടുത്ത് പഠിക്കുന്നുണ്ട്. ആ സാറ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ, തേന്റെ മാത്രം മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് ഏതാനും പേര് ആ ക്ലാസ്സിലുണ്ട്. ഞാനും ആ ക്ലാസ്സിൽ ഇപ്പൊ 13ാമത്തെ ഐറ്റം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഹെന്നയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് ലിപ് ബാം ആണ്. ചുണ്ട് വരണ്ട്, ഇപ്പൊ നല്ല കാറ്റുകാലൊക്കെയാണ്. ചുണ്ട് വരണ്ട് പൊട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള, ചുണ്ടത്ത് പരട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനല്ലേ? നമ്മള് ചോക്ലേറ്റ് സ്ട്രോബെറി ആണ് ചേർക്കുന്നത്. സ്ട്രോബെറി പഴത്തിന്റെ സത്താണ് നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കണം. അതും ഈ പറഞ്ഞ പോലെ മെഴുകടയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് വേറെ ഇതിന്റെ, അതും നമ്മൾ മെഴുകിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ അടപ്പുണ്ട്, അത് വേറെ ഏതോ. ഇത് ഞാൻ 150 രൂപയായിട്ടാണ് ഈ ഒരു ബോട്ടില് വിൽക്കുന്നത്. ഇതും എനിക്ക് നല്ല ചെലവുണ്ട്. ഞാൻ കൊറിയർ ആയിട്ടാണ്, ഈ ഗ്രൂപ്പ് വഴി ആൾക്കാർ കൊറിയർ വഴിയാണ് കൂടുതലും എന്റെ കയ്യിൽ നിന്ന് വിപണനം. ഇത് കണ്ടല്ലോ ലിപ് ബാം. ഇത് ചുണ്ട് വരണ്ട് പൊട്ടാതിരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉഷ ചേച്ചിയുടെ നമ്പറിൽ വിളിച്ചാല് കൊറിയർ ആയിട്ടൊക്കെ അയച്ചു തരും. നമുക്ക് എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയ, വാങ്ങി വെക്കാൻ പറ്റിയ ഒരു ഉപകാരപ്രദമായ ഒരു ഐറ്റാണ്. ശുദ്ധമായ തേൻ, ഒരു കലർപ്പുമില്ലാത്ത നമ്മൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റാവുന്ന തേനാണിത്. എനിക്ക് ചേച്ചിയോട് ഒരു സംശയം ചോദിക്കാനുള്ളത്, നമ്മളെ വീടുകളിൽ നിന്ന് എടുക്കുന്ന തേൻ, ഈ തേന് ക്രിസ്റ്റൽ ആവുന്നുണ്ട് ചില. എനിക്കൊരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയ ഒരു കസ്റ്റമർക്ക്, ഞാൻ തേൻ വിൽക്കുന്നുണ്ട്, ഇതുപോലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഹണി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോ ആ കസ്റ്റമർ ഇത് ക്രിസ്റ്റലായി എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്തു. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു വെയിൽ കൊള്ളിച്ചാൽ മതി, അത് ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വിശ്വാസമല്ല. അവര് ലക്ഷക്കണക്കിന് രൂപ വിലയൊക്കെയുള്ള കിളികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്റ്റൽ ആണെന്ന് കണ്ടപ്പോ അവർക്കൊരു ഭയം, എന്താണ് എന്ന് അറിയില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പറയാം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ തേൻ പുറത്തുനിന്ന് മേടിക്കുന്ന സമയത്തും ക്രിസ്റ്റൽ തേൻ വരുമ്പോ എന്റെ മനസ്സിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, ഇത് എന്തോ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ഞാനത് മാറ്റി ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട്. ഈ 2.5 കൊല്ലമായിട്ട് തേൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും തേന്റെ കൂടുതൽ നല്ല വിദ്വാൻമാരായ സാർമാരുടെ അറിവുകൾ കിട്ടുമ്പോഴും നമ്മൾ ആദ്യം ഞാൻ അവരോട് ചോദിച്ചത്, എന്താ തേനിൽ കട്ടിയായിട്ട് കുറഞ്ഞിരിക്കണേ എന്നാ ചോദിച്ചത്. ഫസ്റ്റിലെ എന്റെ ഒരു ചോദ്യം അതായിരുന്നു. അപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റി, അത് ക്രിസ്റ്റലായി വരുന്നത് നല്ല ഒറിജിനൽ തേനാണെങ്കിൽ മാത്രമേ ക്രിസ്റ്റൽ ആവുള്ളൂ. അല്ലാതെ ശർക്കരയോ പഞ്ചസാരയോ കലക്കി വെച്ചാൽ ആവില്ല, ഒരിക്കലും ആവില്ല.
അത് തെറ്റിദ്ധാരണ കൊണ്ട് അതെ പറയണതാണ്. അതെ പഞ്ചസാര നമ്മൾ 4 മാസം നമ്മൾ അവർക്ക് സീസണിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ വളർച്ചാ കാലത്ത് 4 മാസം കൊടുത്താൽ പോലും പിന്നെ തേൻ വിളവെടുപ്പ് സമയത്ത് നമ്മൾ അവർക്ക് തീറ്റ കൊടുക്കുന്നില്ല. അപ്പോഴത്തേക്കും പ്രകൃതിയിൽ തേൻ ഉണ്ടാവും, അതാണ് അവര് കഴിക്കുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന തേന്റെ ആ പഞ്ചസാര ലൈന് നമുക്ക് തിരിച്ച് പഞ്ചസാരയായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഗ്ലൂക്കോസിന്റെ അംശം പല മരങ്ങളിൽ നിന്നും ഉള്ള തേനുകളാണ് ഇവര് കുടിക്കുന്നത്. അതെ. അപ്പൊ ചില തേനുകളില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിരിക്കും, അത് പരല് രൂപത്തിൽ അടിഞ്ഞു കൂടുന്നതാണ്. അത് നമ്മൾക്ക് വിദേശത്തുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ ക്രിസ്റ്റൽ തേൻ മാത്രം മേടിക്കുന്നുണ്ട്. ക്രിസ്റ്റൽ തേൻ ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ആ ക്രിസ്റ്റൽ തേന് വില കൂടുതലാണ്. അത് നമ്മൾ ചായയും കാപ്പിയും കുടിക്കുമ്പോൾ അത് ഒരു ടീസ്പൂൺ ഇട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ല. കുഞ്ഞു മക്കൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോ ഈ ക്രിസ്റ്റൽ കോരി എടുത്ത് കൊടുക്കാം. ഞാൻ അതുകൊണ്ട് കൂടുതൽ പൈസ വരുന്നത്. ഒരു മായവും ചേർത്തിട്ടല്ല. പല പൂമ്പൊടികളിൽ, ചില പൂമ്പൊടികളിൽ ക്രിസ്റ്റൽ ഗ്ലൂക്കോസ് കൂടുതൽ ഉണ്ടാക്കിയ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടിയിട്ടാണ് ഇതിനകത്ത് ക്രിസ്റ്റലായി മാറുന്നത്. ഇപ്പൊ റോഹിണി വെച്ചിരുന്നാൽ പോലും, റോഹിണി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ എടുക്കുന്നത്, അത് നമ്മൾ ചൂടാക്കുക പ്രോസസ്സ് ചെയ്യാതിരിക്കുന്നത്. ആ റോഹിണി പോലും ഒരു വർഷം കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അത് ക്രിസ്റ്റൽ ആവുന്നുണ്ട്. അതൊക്കെ ഒറിജിനൽ തേനാണ്. അങ്ങനെ കിട്ടിയാൽ മേടിക്കുക, കഴിക്കുക. ഉഷ ചേച്ചിയുടെ കുക്കുംബർ കൃഷിയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി നിർത്തിയിട്ടുണ്ട്. വള്ളി വീശി തുടങ്ങിയിരിക്കുന്നു. ഇതാ സ്ട്രോങ് പന്തലാണ് ഇട്ട് ഒരുക്കുന്നത്. കുക്കുംബറൊക്കെ ഉണ്ടായി, ചിലതിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് പയറ് നല്ല പോലെ 4-5 ആയിട്ട് പയറും കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്, പൂവിടാൻ തുടങ്ങുന്നുള്ളൂ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഒത്തിരി നമ്മൾ നടന്ന് കണ്ടു. തേനീച്ചയുടെ ഓരോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കണ്ടു. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഉഷ ചേച്ചിയെ. നല്ല രീതിയിൽ എല്ലാം കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഉഷ ചേച്ചി. ടാറ്റാ.